ശ്രീ രജീഷ് ചക്രവാണി നേരത്തെ താങ്കൾ യെസ് അത് തന്നെയാണ് ശ്രീ അജണ്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ താങ്കളിലേക്ക് മടങ്ങി വരാം. നേരത്തെ രതീഷ് ചൂണ്ടിക്കാട്ടിയത് 86 മുതൽ രാജീവ് ഗാന്ധിയുടെ അതിന് മുമ്പുള്ള ഒരു അവസ്ഥയെ കൂടിയാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ തപാൽ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ രജൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, അതായത് ആ വി ഡി സതീശൻ്റെ നാവുകളിൽ നിന്ന് നമ്മൾ കേട്ടത്, രജിൻ ഉണ്ണിത്താൻ്റെ നാവുകളിൽ നിന്ന് കേട്ടത് ഒരേ കാര്യമാണ്. ഈ നിയമത്തിൻ്റെ പ്രശ്നമുണ്ട്, വന്ദേമാതരം പൂർണ്ണമായി പാടിയില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. എന്തൊരു മര്യാദ ഉള്ളവരാണെന്നറിയോ. PM ശ്രീ വിഷയത്തിൽ ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് കരാറിലൊപ്പിട്ടു, കരാറിൽ നിന്ന് പിന്മാറിയാൽ ഭയങ്കരമായ പ്രശ്നമുണ്ടാകും. കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞാണ് ലക്ഷം, അതായത് ലൈഫ് മിഷൻ പദ്ധതി 1 ലക്ഷം രൂപ വീതം അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ PMI വരുമ്പോൾ മോദിയുടെ പടം വെക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നിയമത്തെ ഇത്രയ്ക്കധികം അനുശാസിക്കുന്ന ഒരു കൂട്ടരാണോ കോൺഗ്രസ്? രജനീഷ് ഉണ്ണിത്താൻ്റെയും വി ഡി സതീശൻ്റെയും വാക്കുകൾ എത്ര സാമ്യം. യഥാർത്ഥത്തിൽ സതീശൻ പറയാത്തൊരു കാര്യം കൂടിയേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞാൽ മതിയായിരുന്നു. ആർ സുഗതനെ രക്ഷപ്പെടുത്തുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്തുകയും ചെയ്തില്ലെങ്കിൽ മോദി ഞങ്ങളെ ശിക്ഷിക്കും അല്ലെങ്കിൽ വടിയെടുത്തടിക്കും എന്നുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായേനെ എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാറുള്ളൂ. കാരണം ഇത്തരം ന്യായീകരണങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ കുഞ്ഞിക്കണ്ണൻ സഖാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു നോക്കിയിരുന്നു. അതായത് ഇത് നിയമം പാർലമെൻറ്റ് ഒപ്പിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റ് പാസ്സാക്കിയെന്ന് മാത്രമല്ല, പ്രസിഡൻറ്റ് ഒപ്പിട്ടു. പ്രസിഡൻറ്റ് ഒപ്പിട്ടാണല്ലോ എല്ലാ നിയമവും പാസ്സാകുന്നത്. പക്ഷേ അതേതാണ്ട് ഭയങ്കര കാര്യമാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുകയും അത് നമ്മൾ പാലിക്കണം എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ലൈഫ് മിഷൻ വീടുകളുടെ എംബ്ലം പതിക്കുന്ന കാര്യത്തിലും നമ്മൾ MOU ഒപ്പിടും, അപ്പോൾ പിന്നെ എംബ്ലം വെക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതേ നുണകളൊന്ന് പറഞ്ഞു നോക്കി, പക്ഷേ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടാകും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇതിൽ നിന്നിപ്പോൾ തൽക്കാലം പിൻവാങ്ങിയേക്കുന്നത്. പിന്നെ വോട്ടിൻ്റെയും പ്രശ്നമുണ്ട്. ഇവിടെ രജനീഷ് ഉണ്ണിത്താനെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ആരും ആയിക്കോട്ടെ, അവർ വന്ന് ഇതിനെ എത്രമാത്രം ലളിതവൽക്കരിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ചരിത്രത്തിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സിജി താങ്കളൊന്ന് കേൾക്കണം. അതായത് 1986 ഈ പറയുന്ന ഫൈസാബാദ് കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം അവിടുത്തെ ബാബറി മസ്ജിദിൻ്റെ ലോക്ക് തുറന്നു കൊടുത്തപ്പോൾ അന്ന് ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വന്ന് പറഞ്ഞത് ഒരു ലോക്കല്ലേ, ജസ്റ്റ് കുറച്ച് പേര് വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനല്ലേ എന്നുള്ളതാണ്. 1980 ശിലാന്യാസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് VHPക്ക് അനുമതി കൊടുത്തപ്പോഴും ഇതുപോലെ തന്നെ വെറുതെ ഒന്ന് വെച്ചിട്ട് പോകാനല്ലേ എന്നാണ്. പക്ഷേ അത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചതും ന്യൂനപക്ഷങ്ങൾ ഇവിടെ അരക്ഷിതരാണെന്ന് പറയുന്ന ബോധവും ഉണ്ടാക്കിയതിനെക്കുറിച്ചൊന്നും ഇവരൊന്നും തന്നെ പഠിച്ചിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കേസ് എന്താ? വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വന്ദേമാതരം. ഇപ്പോൾ ഈ പാട്ട് പാടുന്നതിന് നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഒരു ഔദ്യോഗിക ഗീതമായി പാടേണ്ടതില്ല. അതിൻ്റെ 2 സ്റ്റാൻസുകൾ ഒഴികെ ബാക്കിയുള്ള സ്റ്റാൻസുകളെന്ന് തീരുമാനിക്കാൻ ഉണ്ടായതിൻ്റെ പ്രാധാന്യം അത് രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയും നെഹ്റുവും ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളും കൂടി ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ രജനീഷ് ഉണ്ണിത്താൻ മുതൽ AICCക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ, നമ്മുടെ ഈ പറയുന്ന പോലെ നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിക്കാനുള്ള ഒരു നടപടിയായിരുന്നു. ആ നടപടിയോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ അത്തരത്തിലുള്ള നടപടികൾ വേണം, നമ്മൾ ബഹുസ്വരത നിലനിർത്തണം എന്ന് പറയുന്നൊരു കാര്യം പറയാൻ, അത് പ്രചരിപ്പിക്കാൻ ഇവർക്കൊരു സംഘടനാ മെഷീനില്ല. അത് പറയാനുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയോ അവഗാഹമോ ഇവർക്കില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നമ്മൾ ബിസിനസ്സിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അൺഓർഗനൈസ്ഡായി കിടക്കുന്ന ഒരു സെക്ടറിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് ആകാം ബിസിനസ്സിൽ നിന്നാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം ബേക്കറികളൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ബേക്കറികളായിരുന്നു, പിന്നെ വലിയ ശൃംഖലകൾ ബേക്കറികളുടെ വന്നു. അതേപോലെ തന്നെ ഇവിടെ RSSും സംഘപരിവാരവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു കൾച്ചറൽ നാഷണലിസത്തിനാണ്. അതായത് ഒരു ഹിന്ദുക്ക് ഏകീകരണത്തിനും അവരുടെ ഏകമത വിശ്വാസത്തിനും ഏകദൈവ വിശ്വാസത്തിനും രാമനടക്കമുള്ള ഐഡിയലുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഏകദാനമായിട്ടുള്ള ഒരു കൾച്ചറൽ നാഷണലിസം വളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതങ്ങനെയല്ല എന്നും ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണമെന്നും അവരെ ഏറ്റവും ചെറിയ ആളുകളോ നമ്പർ വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവരെയും കേൾക്കണമെന്നും അവരുടെ ഫീലിങ്സ് കൂടി നമ്മൾ കണക്കിലെടുക്കണമെന്നും അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ രാജ്യമാണ് നമ്മുടേത് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിന്, ആ ഒരു സങ്കല്പത്തിൻ്റെ മേൽ കടക്കൽ കത്തിവെച്ചേക്കാണ് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന
പറയുന്ന കേസിൽ എത്ര പേര് യഹോവ വിറ്റ്നസ് ഉണ്ടാവും കേരളത്തിൽ, എത്ര പേര് ഇന്ത്യയിലുണ്ടാവും? ശരിക്കും അതുണ്ടെങ്കിൽ ഒരു ന്യൂനപക്ഷമായ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ അവരുടെ ഒരു കൺസേൺ പോലും ഞങ്ങൾ കേൾക്കും. നിങ്ങളുടെ ഈ പറയുന്ന മതപരമായ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ അനുവദിക്കും എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകാരും അടങ്ങുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഈ പറയുന്ന ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ഒരു കൾച്ചറൽ നാഷണലിസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന, ഭാരതാംബ അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന, വന്ദേ മാതരം അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന, രാമജന്മഭൂമിയും അയോധ്യയും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും പോലും അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 1986 വെറുതെ ഒരു ലോക്ക് തുറന്നു പോയപ്പോൾ എത്ര പേർ ഇന്ത്യയിൽ വർഗീയ ലഹളയിൽ മരിച്ചു എന്നുള്ളത് രജനി സുണ്ണിത്താൻ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ 440ഓളം സീറ്റുകൾ ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിൽ നിന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് 44ഓളം സീറ്റുകളായി കുറഞ്ഞത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും മനസ്സിലാക്കാതെ, എത്ര അടി കൊണ്ടിട്ടും പഠിക്കാതെ, ഞങ്ങൾ ഇതിൽ നിന്നൊന്നും പഠിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട്, ഞാൻ ഈ പറയുന്ന പോലെ എന്നെ തല്ലണ്ടമാവ നന്നാകൂല എന്ന് പറയുന്ന വാശി പിടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നിൽക്കുന്ന കുട്ടിയുടെ ചിത്രമാണ് എനിക്കിന്ന് യഥാർത്ഥത്തിൽ വന്ദേ മാതരം പാടുന്ന ആളുകളെ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആളുകളെ. ഇവിടെ തന്നെ റജിന സുണ്ണിത്താൻ ഉത്തരം പറയാതെ നൈസായിട്ട് അങ്ങോട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്. റജിന സുണ്ണിത്താനെ നമുക്ക് AICCയുടെ കേന്ദ്രത്തിൽ AICCയുടെ അവിടെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും എങ്ങനെയാണ് അങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇത് കഴിഞ്ഞ 20 കൊല്ലമായി ചർച്ച ചെയ്യുന്ന, കഴിഞ്ഞ ജാനുവരിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഡയറക്ഷൻ വന്നിട്ടുള്ള, നിയമമാക്കാൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് പേടിച്ച് നിൽക്കുന്നൊരു കാര്യം, ഏറ്റവും കത്തി നിൽക്കുന്നൊരു വിഷയത്തിൽ അങ്ങനെ അബദ്ധം പറ്റാൻ പാടില്ല. പക്ഷെ ഒരു വാദത്തിന് വേണ്ടി ഇതൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ സമ്മതിച്ചു തന്നാൽ പോലും റജിന സുണ്ണിത്താൻ പറയാൻ കഴിയുമ്പോൾ ബാക്കി 3 സ്റ്റേറ്റുകളിൽ നിങ്ങൾ പാടിയത് എന്തിനാണ്? നിങ്ങളുടെ ഈ പറയുന്ന പോലെ തെലങ്കാനയിൽ പാടിയത് എന്തിനാണ്? കർണാടകയിൽ നിങ്ങൾ മുഴുവൻ പാടിയത് എന്തിനാണ് നിങ്ങൾ ഹിമാചൽ പ്രദേശിൽ പാടിയത്? ഈ പറയുന്ന പാടിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ 400-ലധികം വരുന്ന MLA-മാരെയും പ്രമുഖരായ നേതാക്കന്മാരെയും 1 ഡസനിലധികം വരുന്ന മുഖ്യമന്ത്രിമാരെയും നിങ്ങൾ സംഭാവന ചെയ്ത് വളർത്തിയ പാർട്ടിയാണ് BJP എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അവർ 303-ലേക്കും 282-ലേക്കും സീറ്റ് എത്തുമ്പോൾ നിങ്ങൾ 44 സീറ്റിൽ നിന്നും തെങ്ങി ഞെരുങ്ങി 90-ലധികം സീറ്റുകളിലേക്ക് എത്തുകയായിരുന്നു എന്ന് മറന്നു പോകരുത്. അതാണ് അതിന്റെ പ്രശ്നം. രതീഷ്, ഇതൊന്നും രജനി സുണ്ണിത്താൻ അറിയാത്ത കാര്യങ്ങളതല്ല, വളരെ കൃത്യമായി അറിയാം. ഒരു പക്ഷേ താങ്കൾ ചോദിച്ചത് ഒരുപക്ഷെ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള ചോദ്യമല്ല, അതൊക്കെ അറിയാം.